എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ആൻഡ് എവർ എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ ജാപ്പനീസ് ഫുഡ് കഴിച്ചിട്ടില്ല. സോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 7 hours സ്ലോലി കുക്ക്ഡ് ചാഷുജു എന്നറിയപ്പെടുന്ന ജാപ്പനീസ് ഫുഡാണ് ഞാൻ കഴിച്ചത്. നമ്മുടെ ഇവിടുത്തെ ഒരു ഫ്രൈഡ് റൈസ് ചിക്കൻ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്നെ മൈൻഡ് ബ്ലോയിങ് ആക്കി കളഞ്ഞു. എൻ്റെ തെറ്റിദ്ധാരണ മൊത്തം ജാപ്പനീസ് ഫുഡ് അധികം മസാലകളൊന്നും ഇല്ലാത്ത, അധികം എന്താ പറയുക, ഫ്ലേവറൊന്നും ഇല്ലാത്ത ഫുഡ് എന്നാണ്. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി റോങ് ആക്കിക്കൊണ്ട് നല്ലൊരു പ്ലാറ്റർ ആയിരുന്നു അത്. ഈ പ്ലാറ്റർ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്തും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ്. സോ വെൽക്കം ടു ഹംഗ്രി ബോയ്സ്. അപ്പോൾ ഇതാണ് മക്കളെ ആ ചഷുജു, അതായത് ജാപ്പനീസിലെ ചഷുജു ആണ് ഞാൻ ട്രൈ ചെയ്തത്. ഈ പ്ലാറ്റർ ആക്ച്വലി 7 hours സ്ലോലി കുക്ക്ഡ് ചിക്കൻ വിത്ത് ഇമ്പോർട്ടഡ് ജാപ്പനീസ് റൈറ്റ്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ജാപ്പനീസ് പ്ലാറ്റർ എന്താ പറയുക കഴിച്ചു നോക്കാൻ വന്നത്. ഇതാണ് അവരുടെ ഇമ്പോർട്ടഡ് ജാപ്പനീസ് റൈസ്. അതായത് നല്ല റൈസും നല്ല ഫ്ലേവേർഡ് ചിക്കനും ആയിരുന്നു കേട്ടോ. ഈവൻ 7 hours സ്ലോ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ബോൺലെസ് പീസ് കടിക്കേണ്ടി പോലും വന്നില്ല, വായിലിട്ടതേ അലിഞ്ഞു പോയി. സോ നല്ലൊരു ആംബിയൻസിൽ, അതും ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇരുന്നൊന്നും ഇതുവരെ ഞാൻ മറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കത് എവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ASMR വീഡിയോസ് കാണുമെങ്കിലും ഡെഫിനറ്റ്ലി ലൈഫിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമാണ്. സോ ഇവിടെ കുറേ ജാപ്പനീസ് ലേഡീസ് നിൽക്കുന്നുണ്ട്. ഇത് ഒറിജിനലി ജാപ്പനീസ് ആണോ അതോ എന്താ പറയുക നമ്മുടെ ആസാമിൽ നിന്നുള്ളവരാണെന്ന് അറിയില്ല. സോ ദിസ് ഈസ് ദ 7 hours സ്ലോലി കുക്ക്ഡ് ടെൻഡർ ചിക്കൻ വിത്ത് റൈസ്, അവരുടെ ചഷുജു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എല്ലാ ഫുഡ് വ്ളോഗേഴ്സും മസ്റ്റ് ട്രൈ എന്ന് പറയുമെങ്കിലും നിങ്ങൾ ഈ ജാപ്പനീസ് ഫുഡ് മസ്റ്റായിട്ട്, കാക്കനാടാണ് ലൊക്കേഷൻ വരുന്നത്. ലൊക്കേഷൻ ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. മറ്റ് ഐറ്റംസ് കൂടി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്തില്ല. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് തോന്നിപ്പോയി, പക്ഷേ ദ ആംബിയൻസിന് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതാണ് ചോപ്സ്റ്റിക്സ്. ഓക്കെ, ഞാൻ കുറേ ASMR വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇല്ലെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നാണക്കേടാണ്. ഓക്കെ, എല്ലാവരും ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ചാണ് കഴിക്കുന്നത്. ഈ സ്പൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവരുടെ റൈസ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഗായ് ഹു സെർവ് ദ ഫുഡ് വാസ് സോ, എന്താ പറയുക, നമ്മൾ ഈ കൊറിയൻ ലൈഫ് കാണുന്ന പോലെ നല്ല ജാപ്പനീസ് മുടിയും നല്ല എന്താ പറയുക നല്ല രസത്തിലാണ് പുള്ളി. ഭയങ്കര വിനീതയാണ്, കുലീനയാണ് ചെക്കൻ. സോ ഇതാണ്. സോ അവരുടെ കൂടെ എല്ലാത്തിലും, എല്ലാ കുസീനിലും അവർ എന്താ പറയുക പോഷ് എഗ്ഗ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ കുറച്ച് എഗ്ഗും വെജീസും അവർ കൂടുതലായിട്ട് ഇടാറുണ്ട്. എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരുന്നു. ടു ബി വെരി ഹോണസ്റ്റ്, ആ ചിക്കൻ പൊടിഞ്ഞു പോയി, കാരണം 7 മണിക്കൂർ സ്ലോ കുക്ക് ചെയ്താണ് അത് തന്നത്. സോ എല്ലാം കൂട്ടി, റൈസും കൂട്ടി അവസാനം ഇങ്ങനെ കുഴച്ച സ്പൂണിൽ തന്നെ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ചോപ്സ്റ്റിക്കിൽ കഴിച്ചപ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റി. ഐ എം ഡാം ഷുവർ യു ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. ആൻഡ് നിങ്ങൾ വൺസ് പോയി കഴിഞ്ഞ് ഇത് എന്തായാലും ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഐ ലേൺ സം ജാപ്പനീസ്. Osmida, 안녕. 김치. Asmida, 안녕. 아우. 아우. 아, അവസാനം